കോഴിക്കോട്ടെ UDFിനും കോൺഗ്രസ് അധ്യക്ഷൻ പ്രവീൺ കുമാറിനും ഇത് ഏറ്റവും ധന്യ നിമിഷമാണ്. ഒപ്പം പ്രത്യേകമായി ഷാഫി പറമ്പിൽ എന്ന MP-ക്കും ഈ വിജയം അവകാശപ്പെട്ടതാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം നേടിയിരിക്കുകയാണ് UDF. പ്രസിഡന്റായി കോൺഗ്രസിലെ മില്ലി മോഹൻ കൊട്ടാരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കറിയാം, കോഴിക്കോട് ജില്ല എന്നത് CPM അവരുടെ A ക്ലാസ് ജില്ലയിൽ ചേർത്തതാണ്. പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇടതുമുന്നണിയുടെ സർക്കാർ അതിർത്തി തിരിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത്. എന്നിട്ടും അതിനെയെല്ലാം മറികടന്ന് ജില്ല പിടിച്ചിരിക്കുകയാണ് UDF. ചെറിയ വ്യത്യാസത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസിന് നഷ്ടമായത്. ഏതായാലും ഇതിപ്പോൾ അതിഗംഭീരമായ സൂചനയാണ്. 12 നിയമസഭാ സീറ്റുകളുള്ള കോഴിക്കോട് ജില്ലയിൽ നിലവിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഒരു സീറ്റ് പോലുമില്ല. UDFിനാകട്ടെ MK മുനീറും KK രമയുമുണ്ട്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് ഒരുപാട് മണ്ഡലങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണ്. അത് DCC അധ്യക്ഷൻ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിൽ പെടുന്ന കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റിയാടി, നാദാപുരം തുടങ്ങിയ സീറ്റുകളെല്ലാം UDF ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് DCC നേതൃത്വത്തെ പരിഹസിക്കുന്നവർ ഏറെയുണ്ട്. അവർക്കുള്ള ഒരു താക്കീത് കൂടിയാണിത്. പരിശ്രമിച്ചാലും അധ്വാനിച്ചാലും സാധ്യമാകാത്തതായി ഒന്നുമില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് കാട്ടിത്തന്ന വിജയമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റേത്. എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ജയിച്ച കോഴിക്കോട്ട് UDFിന്റെ കഴിവിനൊപ്പം CPMൽ നിൽക്കുന്ന വലിയ വിഭാഗീയതയും കാരണമാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് മന്ത്രിയാണ് ജില്ലയിൽ മുടിചൂടാമന്നനായി വിലസുന്നത്. അത് CPMലെ ഭൂരിഭാഗം ആളുകൾക്കും മടുത്തു നിൽക്കുകയാണിപ്പോൾ. അവർ കുറെ നാളുകളായി ഇത് സഹിക്കുന്നു. ഇപ്പോൾ അറിഞ്ഞു പണി കൊടുക്കുകയും ചെയ്തു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ തക്കം കിട്ടിയാൽ റിയാസിനെ ഓടിച്ചുവിടാനും CPM പ്രവർത്തകർ മടിക്കില്ല എന്നുള്ളതും സൂചനയുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് മറ്റൊരു കാരണം കൂടിയുണ്ട് UDFിന്റെ വിജയത്തിന്. അത് മറ്റൊന്നുമല്ല, ഷാഫി പറമ്പിലിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അതിൽ ആനന്ദം കണ്ടെത്തിയ CPMകാരെ ഒരിക്കലും ജനങ്ങൾ മറക്കില്ല. പച്ചക്കള്ളം പടച്ചുവിട്ട പോലീസ് സേനയടക്കമുള്ളവർ ഷാഫിയെ ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ ഷാഫിയും ഷാഫിയുടെ പാർട്ടിയും അതിശക്തമായ ഭൂരിപക്ഷത്തോടെ കോഴിക്കോട് പിടിക്കുകയാണ് ചെയ്തത്.